ഹായ് ഡിയേഴ്സ്, എത്ര തവണ മാനിഫെസ്റ്റേഷൻസ് നടത്താൻ ശ്രമിച്ചിട്ടും ഇതൊന്നും വർക്കാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? കുറെ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, അഫർമേഷൻ എഴുതി നോക്കി, വിഷ്വലൈസേഷൻ ചെയ്തു, ഈ പ്രാക്ടീസുകൾ മുഴുവൻ ചെയ്തു, എന്നിട്ടും എനിക്കൊരു റിസൾട്ടും കിട്ടുന്നില്ല എന്നുള്ളത്. ഈ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവില്ല എന്നുള്ളതാണ്. ഹായ് ഓൾ, എൻ്റെ പേര് അഖില ചന്ദ്രൻ, ഹോളിസ്റ്റിക് ലൈഫ് കോച്ചാണ്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, എന്തുകൊണ്ടാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ചെയ്യാത്തതിന് 5 പ്രധാനപ്പെട്ട കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് തന്നെ അറിയില്ല നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അപ്പൊ യൂണിവേഴ്സ് എങ്ങനെയാണ് നമ്മളിലേക്ക് അത് എത്തിച്ചു തരിക? ഇപ്പൊ സപ്പോസ് ഞാൻ പറയാണ് എനിക്ക് ഹാപ്പി ആവണം, പക്ഷെ അതിനൊരു ക്ലാരിറ്റി ഇല്ല അല്ലെ. എങ്ങനെയാണ് ഞാൻ ഹാപ്പി ആവേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയാലാണ് ഞാൻ ഹാപ്പി ആവുന്നത്, അത് കൃത്യമായിട്ട് നമുക്ക് യൂണിവേഴ്സിനോട് പറയാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഡൗട്ട് ആൻഡ് ഫിയർ. ഞാൻ അഫർമേഷൻസ് പറയുമ്പോഴും അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ എപ്പോഴും ഡൗട്ടും ഫിയറും ആണ്. ഇത് ശരിക്കും വർക്കാവോ, ഇതെല്ലാം നടക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ആൻഡ് ഫിയറോട് കൂടിയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അവിടെ ഒരു ബാരിയർ പോലെ ഒരു ബ്രേക്ക് അവിടെ വരും എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഓവർ തിങ്കിങ് ആൻഡ് അറ്റാച്ച്മെന്റ്. ഇത് എങ്ങനെ ലഭിക്കും, ഇത് എപ്പോൾ നടക്കും, ഇത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, എനിക്കിത് വർക്കാവോ എന്നൊക്കെ കുറേ ചിന്തിച്ചു കൂട്ടിയാൽ അവിടെയും നമുക്ക് മാനിഫെസ്റ്റേഷൻസിന്റെ പവർ കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ആക്ഷൻ, നോ ആക്ഷൻ. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ തന്നെ ആക്ഷൻ എന്നുള്ള വേർഡ് ഉണ്ട്. നമ്മൾ ഇൻസ്പയർഡ് ആക്ഷൻ നമ്മൾ എടുക്കണം, എങ്കിൽ മാത്രമാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് കൃത്യമായി വർക്കാവുകയുള്ളൂ എന്നുള്ളതാണ്. അഞ്ചാമത്തത്, നമ്മൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളോട് തന്നെ എപ്പോഴും എനിക്ക് ഭാഗ്യമില്ലാത്തവളാണ്, എന്നെ ഒന്നിനും കൊള്ളാത്തതാണ്, ഞാൻ ചെയ്താൽ ഒന്നും ശരിയാവില്ല, ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് തരം ടെക്നിക്ക് യൂസ് ചെയ്താലും മാനിഫെസ്റ്റേഷൻസ് വർക്കാവില്ല. ഓക്കെ, അപ്പോൾ മാനിഫെസ്റ്റേഷൻസ് വർക്കാവണമെങ്കിൽ ഈ 5 കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ്. ആദ്യത്തെ കാര്യം ക്ലാരിറ്റി. ക്ലാരിറ്റിയുടെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ക്ലാരിറ്റി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്ട്രോങ് ബിലീഫ് വേണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അവോയ്ഡ് ഓവർ തിങ്കിങ്. നാലാമത്തെ കാര്യം, ടേക്ക് ആക്ഷൻസ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയാൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.